18-ാമത്തെ തിരുവചനം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്നതുപോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ മഹത്വത്തിലേക്ക്, അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സമാശ്നച്ച ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് അച്ഛനെ നോക്കി എല്ലാവരും ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ എല്ലാ പല്ലും കാണിച്ചിരിച്ചിട്ട് പറഞ്ഞേ ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അമ്മ ത്രേസ്യയുമായി ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ത്രേസ്യ എന്താണ് വിശുദ്ധി എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് വിശുദ്ധി? ഈശോയുമായിട്ടുള്ള സൗഹൃദമാണ് വിശുദ്ധി. വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു കൂട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളല്ല. വിശുദ്ധി എന്ന് പറയുന്നത് ഈശോയുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പാണ്. ഒരു ബന്ധത്തെ ആണ് നമ്മൾ വിശുദ്ധി എന്ന് വിളിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അമ്മ ത്രേസ്യ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും വിശുദ്ധരാകാൻ സാധിക്കും. എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കിയിട്ടാണ് വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കുന്നതെങ്കിൽ എല്ലാവർക്കും വിശുദ്ധരാകാൻ പറ്റില്ല, അല്ലേ? എല്ലാവർക്കും അനാഥ മന്ദിരങ്ങളിൽ രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവർക്കും മിഷണറി പ്രവർത്തനത്തിന് പോകാൻ പറ്റുമോ? ഇല്ല. എല്ലാവർക്കും വേറെന്താണ് വിശേഷം പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ? പറ്റില്ലേ? അപ്പോൾ പക്ഷെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്നല്ല, അല്ലെ? പല കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ലോകത്തിൽ. ഇപ്പൊ കൊച്ചു ത്രേസ്യ പുണ്യവാളത്തി നമ്മൾ പറഞ്ഞതാണ്, മിണ്ടാമടത്തിന്റെ പുറത്തു പോയോ? ഇല്ല. പക്ഷേ ആരായി തീർന്നു? വിശുദ്ധയായി തീർന്നു. നല്ലൊരു എക്സാമ്പിളാണത്. അപ്പോൾ നമുക്ക് അമ്മ ത്രേസ്യ അവതരിപ്പിച്ച വിശുദ്ധിയെ കുറിച്ചുള്ള പഠനങ്ങളുടെ പ്രാധാന്യം അതായിരുന്നു. എല്ലാവർക്കും വിശുദ്ധരാകാം. നിങ്ങൾ അടുക്കളയിൽ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി കഞ്ഞി വെക്കുകയും കറി ഉണ്ടാക്കുകയും ചെയ്യുന്ന ജോലി നിർവഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധരാകാം. കൈയടിച്ച് നന്ദി പറയാം. നമ്മൾ സാധാരണ ജീവിതത്തിൽ അല്ലെങ്കിൽ റബ്ബർ ട്രാപ്പിങ്ങിന് പോകുന്ന ഒരു ചേട്ടന് വിശുദ്ധനാകാം. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനുള്ള സൗകര്യം ഇല്ലാത്ത ഒരു സഹോദരനാണെന്ന് വിചാരിക്കുക. കാലത്ത് പള്ളിയിൽ, വൈകുന്നേരം പള്ളിയിൽ കുർബാനയില്ല. കാലത്താണ് കുർബാന. കാലത്ത് റബ്ബർ വെട്ടാൻ പോകണം. റബ്ബർ വെട്ടിയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ആ ചേട്ടന് വിശുദ്ധനാകാൻ പറ്റുമോ? എങ്ങനെ വിശുദ്ധനാകാൻ പറ്റും? ആ ചേട്ടൻ ഈശോയുമായിട്ടുള്ള
ബന്ധം വളർത്തിക്കൊണ്ട് വിശുദ്ധനാകാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തന്നെ ജീവിക്കാനുള്ള പൈസ കുറവാണ്, അല്ലെങ്കിൽ തന്നെ ലോണിന് പലിശ അടക്കാനുള്ള കാശ് തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ മാസത്തിലും ഒരു 10,000 രൂപ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ കൊണ്ടുകൊടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ അപ്പോ മറ്റുള്ളവരെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ആഗ്രഹമൊക്കെ ഉണ്ട്, കയ്യിൽ കാശില്ല. വയറ് നിറയെ ആഗ്രഹമുണ്ട്, കയ്യിൽ കാശില്ല. പക്ഷെ നിങ്ങൾക്ക് വിശുദ്ധരാകാൻ പറ്റുമോ? പറ്റും. അതാണ് അമ്മ ത്രേസ്യ അവതരിപ്പിച്ച വിശുദ്ധിയെ കുറിച്ചുള്ള പഠനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും, ഏത് ജോലി ചെയ്യുന്നവർക്ക്, അച്ഛന്മാരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പ്രായമായവരാണെങ്കിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഈശോയുമായിട്ടുള്ള സൗഹൃദം സ്ഥാപിക്കുക എന്നതാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പൊ അതിന് നമുക്ക് വലിയ ക്വാളിഫിക്കേഷൻ, ഉയർന്ന പഠനമോ MA-യോ PhD-യോ ഒന്നും വേണമെന്നില്ല. നമുക്ക് ഹൃദയത്തിൽ നന്മ ഉണ്ടായാൽ മതി. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ത്രേസ്യ സൗഹൃദത്തിന്റെ, ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ ഒന്നാമത്തെ തലം പറഞ്ഞു. എന്താണത്? ഒന്നാമത്തെ സൗഹൃദത്തിന്റെ ഒന്നാമത്തെ തലത്തിൽ ഒരാൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഇതുവരെ കുറെ പാപങ്ങളൊക്കെ ചെയ്തു, ഈ പാപങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ കുമ്പസാരിക്കാൻ പോവുകയാണ്. ഞാൻ കുമ്പസാരിച്ച് ഈ പാപങ്ങളുടെ കറയൊക്കെ കഴുകിക്കളയാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ സൗഹൃദത്തിന്റെ ഒന്നാം ഘട്ടം. അഭ്യന്തര ഹർമ്മ്യം, ഇന്റീരിയർ കാസിൽ എന്ന പുസ്തകത്തിലെ ഒന്നാം ഹർമ്മ്യത്തിന്റെ സന്ദേശം അതാണ്: നീ ദൈവത്തിലേക്ക് തിരിയുന്നു. എന്താണ് ഒന്നാം ഘട്ടം? നീ ദൈവത്തിലേക്ക് തിരിയുന്നു. ഒന്ന് പള്ളി പോയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് നീ ദൈവത്തിലേക്ക് തിരിയുന്നു. രണ്ടാം ഘട്ടം എന്താണ്? രണ്ടാം ഘട്ടത്തിൽ ഒരാൾ തീരുമാനിക്കുകയാണ്, ഞാൻ മാരക പാപങ്ങൾ ചെയ്യുകയില്ല. കാരണം മാരകപാപം ചെയ്യുന്നത് എനിക്ക് ദൈവത്തെ നഷ്ടപ്പെടാൻ, കൃപ നഷ്ടപ്പെടാൻ, ഗ്രേസ് നഷ്ടപ്പെടാൻ ഇടവരും. അതുകൊണ്ട് ഞാൻ ഇനി മാരകപാപങ്ങൾ ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കുന്ന ഘട്ടമാണ് പ്രിയപ്പെട്ടവരെ രണ്ടാം സദനത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത്. അച്ഛൻ ഒരു പഠനം, അമ്മ ത്രേസ്യയുടെ സൗഹൃദം, ഈശോയുമായിട്ടുള്ള സൗഹൃദം, അഭ്യന്തര ഹർമ്മ്യം എന്ന പുസ്തകത്തിന്റെ 7 ഭാഗങ്ങൾ, അത് പാരലായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അതാണ്. എന്താണ്? ഞാൻ ഇനി മാരകപാപങ്ങൾ ചെയ്യുകയില്ല. എന്താണ് മാരകപാപം എന്ന് പറയുന്നത്? അറിഞ്ഞുകൊണ്ട് ബോധപൂർവം പദ്ധതിയിട്ട് ദൈവകൽപ്പനകൾ ലംഘിക്കുന്നതിനെയാണ് മാരകപാപം എന്ന് പറയുന്നത്. ഒരാൾക്കറിയാം, എന്തറിയാം? കൊല്ലുന്നത് പാപമാണെന്നറിയാം, അല്ലെങ്കിൽ വിഗ്രഹാരാധനയ്ക്ക് പോകുന്നത് പാപമാണെന്നറിയാം, ഞായറാഴ്ച കുർബാന മുടക്കുന്നത് പാപമാണെന്നറിയാം, ദൈവത്തിന്റെ നാമം അശുദ്ധമാക്കുന്നത് പാപമാണെന്നറിയാം, മാതാപിതാക്കളെ സ്നേഹിക്കാത്തത്, ബഹുമാനിക്കാത്തത്, അവരെ ശുശ്രൂഷിക്കാത്തത് പാപമാണെന്നറിയാം. പക്ഷേ എനിക്കതറിയാം, അറിഞ്ഞിട്ട് കരുതി കൂട്ടി കണക്കുകൂട്ടി ആ പാപത്തെ, ആ കൽപ്പനയെ ലംഘിക്കുന്നതാണ് മാരകപാപം. ഒരാൾ തീരുമാനിക്കുകയാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുകയില്ല. യെസ്, പ്രൈസ് ദി ലോർഡ്. ഇനി അപ്പൊ അതാണ് രണ്ടാമത്തെ തലം. എന്താണ് മൂന്നാമത്തെ തലം? മൂന്നാമത്തെ തലം ഒരാൾ തീരുമാനിക്കുകയാണ്, മൂന്നാമത്തെ സദനത്തിൽ ഒരാൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഇനി ലഘുപാപങ്ങൾ പോലും ചെയ്യുകയില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ ലഘുപാപം എന്ന് പറയുന്നത്? ലഘുപാപം അറിഞ്ഞുകൊണ്ട് അല്ല, മനഃപൂർവമല്ലാത്ത കൽപ്പനകളുടെ ലംഘനത്തെയാണ് ലഘുപാപം എന്ന് പറയുന്നത്. അറിവോടുകൂടെ, അറിവും സമ്മതവും ഒന്നും ഇല്ലാതെയും നമ്മൾ ചില പാപങ്ങൾ ചെയ്തു പോകുന്നു. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരാളെ കാണുകയാണ്, ഒരാളിങ്ങനെ നടന്നു വരികയാണ്.
അപ്പൊ തന്നെ നമ്മൾ ഇയാൾ ഭയങ്കര അഹങ്കാരിയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഒരു കൽപ്പന ലംഘിക്കുകയാണ്. ഏത് കൽപ്പന? നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്. ഇല്ലേ? ഹല്ലേലൂയ. അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ കണക്ക് കൂട്ടി മനഃപൂർവ്വം വിധിച്ചതാണോ? അല്ല, അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പൊ നമ്മൾ ചിലപ്പോ കുറ്റം പറഞ്ഞു പോയി, ഇല്ലേ? നമ്മൾ പറയണോന്ന് വിചാരിച്ച് കണക്കൂട്ടി അരമണിക്കൂർ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞതാണോ? അങ്ങനെ പറയുന്നവരുണ്ട്. ഇന്ന് അവനിട്ടൊരു പണി കൊടുക്കണം, അവൾക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അവരുടെ രണ്ടുപേര് നല്ല കൂട്ടാണ്. അവരെങ്ങനെയെങ്കിലും അവരെ ഉടക്കണം, അവരെ ഉടക്കുണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുത്ത് അവര് തമ്മിൽ തല്ലിപ്പിക്കണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് ഉള്ള ബുദ്ധിയും ഇല്ലാത്ത ബുദ്ധിയും വാടകക്കെടുത്ത ബുദ്ധിയൊക്കെ കൊണ്ട് ഹല്ലേലൂയ ചെയ്യുന്ന ആളുകളുണ്ട്. അത് ലഘുപാപമൊന്നുമല്ല, അത് മാരകപാപമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ലഘുപാപം പോലും ചെയ്യാതെ അമ്മത്രേച്ച് തീരുമാനമെടുക്കുകയാണ്, ഞാൻ ഇനി അങ്ങനെയുള്ള ഒരു ചെറിയ പാപം പോലും ചെയ്യുകയില്ല. അതാണ് മൂന്നാമത്തെ സദനത്തിലുള്ള ആത്മാവിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. നാലാമത്തെ സദനത്തിലുള്ള ആത്മാവിന്റെ സ്ഥിതിയാണ് ഈ ആത്മാവ് പാപം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, ഈശോയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ കാലത്തും ഉച്ചക്കും വൈകുന്നേരവും ഈ ആത്മാവിന്റെ ഉള്ളിൽ, ഈ മനുഷ്യന്റെ ഉള്ളിൽ ഈശോയ്ക്ക് വേണ്ടി എങ്ങനെ എന്നെ തന്നെ കൊടുക്കാം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അതാണ് നാലാമത്തെ സദനം. പ്രിയപ്പെട്ടവരെ, ഈ 4 സദനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആത്മാവിന് പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ആത്മാവിനൊന്നും ചെയ്യാനില്ല. സഖ്യവൂസിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. സഖ്യവൂസ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എവിടെയാണ് ഇരുന്നിരുന്നത്? പാപങ്ങളിലാണ് അവൻ ഇരുന്നിരുന്നത്. പാപങ്ങളിൽ, സുഖങ്ങളിലാണ് അവൻ ഇരുന്നിരുന്നത്. അവന്റെ സുഖലോലുപതകളിലാണ് അവൻ കിടന്നുറങ്ങിയിരുന്നത്. അവിടെ നിന്ന് അവൻ എഴുന്നേറ്റു. അതാണ് ഒന്നാമത്തെ തലം. രണ്ടാമത്തെ തലം, അവൻ ഈ മാരക പാപങ്ങളുടെ മേഖലകൾ ഉപേക്ഷിച്ച് അവൻ ഓടുകയാണ്. അതാണ് രണ്ടാമത്തെ തലം. പാപത്തെ വിട്ടുപേക്ഷിക്കുക, അതിൽ നിന്ന് ഓടി അകലുക എന്ന് വചനം പറയുന്നുണ്ട്, അല്ലേ? സഖ്യവൂസ് ഓടിയത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? തന്റെ മാരക പാപങ്ങളുടെ മേഖലകളിൽ നിന്ന് കർത്താവ് കടന്നു പോകുന്ന വഴികളിലേക്ക് അവൻ ഓടുക. അവിടെ നിന്ന് ഓടിയിട്ട് മൂന്നാമത്തെ തലം, അവൻ ലഘുപാപങ്ങൾ, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് അവൻ ഉണ്ടാകാൻ ഇടയുള്ള ആകർഷണങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. അതുകൊണ്ട് അവൻ പറയാണ്, ഞാൻ ഈ ലഘുപാപങ്ങളുടെ മേഖലകൾ ഉപേക്ഷിച്ച് അവൻ മരം കയറുകയാണ്. അസെറ്റിക്കൽ ലൈഫാണ്. അവൻ മരം കയറുകയാണ്. മരം കയറിയിട്ട് അവൻ അവിടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു മിസ്റ്റിക്കൽ ലൈഫാണ്. കർത്താവിന് വേണ്ടി. നീ ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? മരത്തിന്റെ മുകളില്, ഈ ശാഖയില് അവൻ കർത്താവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനി അവന് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, കർത്താവിന് വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുക മാത്രം അവന് ചെയ്യാനുള്ളൂ. കർത്താവ് എപ്പോ വരും? സമയം ഏതാണ്? 12 മണിക്ക് വരുമോ? 1 മണിക്ക് വരുമോ? കർത്താവിന് ഇഷ്ടമുള്ളപ്പോൾ വരും. 4-ാം സദനത്തിൽ നിന്ന് ഒരാത്മാവ് 5-ാം സദനത്തിലേക്ക് എപ്പോൾ വളരും? അമ്മത്രേസ്യ പറയും, കർത്താവിന് ഇഷ്ടമുള്ളപ്പോൾ കർത്താവ് നിന്റെ അടുക്കലേക്ക് ദർശനം നൽകി വരും. കൈയടിച്ച് നന്ദി പറയാം. ഇനി മുഴുവൻ ആദ്യത്തെ 4 സദനങ്ങളിൽ ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ആത്മാവിന് റോളുണ്ട്. 5-ഉം 6-ഉം 7-ഉം സദനങ്ങളിൽ റോള് മുഴുവൻ ദൈവത്തിന്റെ റോളാണ്. ദൈവം വരുന്നു, ഇറങ്ങി വരാൻ പറയുന്നു. ഞാൻ നിന്റെ സഖ്യവൂസല്ല ഈശോയെ വീട്ടിലേക്ക് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത്. സഖ്യവൂസ് ഈശോയോട് പറഞ്ഞിട്ടല്ല ഈശോ അവനോട് പറയാണ്, എന്നാ ശരി ഞാൻ വരാം എന്നല്ല. ഈശോ അവനോട് പറയുകയാണ്, സഖ്യവൂസിന്റെ വീട്ടിലേക്ക് പോകാൻ ഈശോയാണ് തീരുമാനിച്ച്. ഈശോ പറയാണ്, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വിരുന്നിനിരിക്കുമെന്ന്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അങ്ങനെ സഖ്യവൂസിന്റെ വീട്ടിൽ ഈശോ വിരുന്നിനിരിക്കുമ്പോ സഖ്യവൂസിന് ഇരിക്കപ്പൊറുതിയില്ല. എന്താണ് അവൻ പറയുകയാണ്? അവൻ ഒരു നിലപാടെടുക്കുകയാണ്. ഏത് നിലപാട്? ഈശോയുടെ നിലപാട്. അവൻ പറയാണ്, എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഇതാരുടെ നിലപാടാണ്? ഈശോയുടെ നിലപാടാണ്. ഏത് നിലപാട്? സ്വർഗം തന്നെ ഉപേക്ഷിച്ച് ഈ ഭൂമിയിലേക്ക് വന്നവന്റെ നിലപാട് സഖ്യവൂസിന്റെ നിലപാടായി മാറുകയാണ്. ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു എന്ന് പറയുന്ന നിലപാട്. ഈ നിലപാട് ആരുടെ നിലപാടാണ്? 1000 തലമുറകൾ വരെ അനുഗ്രഹിക്കുന്നവന്റെ നിലപാട്. അങ്ങനെ അവൻ ഈശോയെ പോലെ ആയിത്തീരുകയാണ്. ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത് അത് അവൻ കൊടുക്കുകയാണ്. ഈശോയെ പോലെ ആയിത്തീരുമ്പോ അവൻ പിന്നീട് ഈശോയുടെ സ്നേഹിതനായി മാറുകയാണ്. ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കുടുംബം എൻ്റെ സ്വന്തമായി, ഈ കുടുംബം എൻ്റെ സ്നേഹമുള്ള, അല്ലെങ്കിൽ നീ എൻ്റെ സ്നേഹിതനായി എന്ന് പറയുന്ന അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് രക്ഷിക്കപ്പെട്ടവൻ? ആരാണ് രക്ഷിക്കപ്പെട്ടവൾ? ഈശോയുടെ സ്നേഹിതയായവളാണ് രക്ഷിക്കപ്പെട്ടവൾ. ഈശോയുടെ സ്നേഹിതനായവനാണ് രക്ഷിക്കപ്പെട്ടവൻ. ആ അർത്ഥത്തിൽ അച്ഛൻ ചോദിക്കട്ടെ, നീ രക്ഷിക്കപ്പെട്ടവനാണോ? നീ ഈശോയുടെ സ്നേഹിതനായി മാറിയിട്ടുണ്ടെങ്കിൽ യു ആർ എ സേവ്ഡ് വൺ. നീ ഈശോയുടെ സ്നേഹിതയായി മാറിയിട്ടില്ലെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതാണ് അതിന്റെ അർത്ഥം. ഇവിടെ കൊടുക്കൽ വാങ്ങൽ വ്യാപാരമല്ല നടക്കുന്നത്. ദേവാലയത്തിൽ നടക്കുന്നത് കൊടുക്കൽ വാങ്ങൽ വ്യാപാരമല്ല. അത് കച്ചവട സ്ഥാപനങ്ങളിൽ നടക്കുകയാണ്. കൊടുക്കുന്നു. എന്തു കൊടുക്കുന്നു? പണം കൊടുക്കുന്നു, സാധനം മേടിക്കുന്നു. നമ്മൾ കർത്താവിന് എന്തു കൊടുക്കും? ചില ആളുകൾക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ട്. ഞങ്ങൾ മുട്ടയിൽ വലിഞ്ഞിട്ടുണ്ട്, കർത്താവിന് ഞങ്ങൾക്കിത് തരണം. ഞങ്ങൾ പ്രാർത്ഥന എഴുതിയിട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് കർത്താവ് ഇത് തരണം. ഞങ്ങൾ തിരി കത്തിച്ചിട്ടുണ്ട്, കർത്താവ് ഞങ്ങൾക്കിത് തരണം. ഞങ്ങൾ തിരുനാളിന് പ്രസേന്തിയായിട്ടുണ്ട്, ഊട്ടുനേർച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട്, കർത്താവ് ഞങ്ങൾക്കിത് തരണം എന്ന് നമ്മൾ വിചാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇത് കൊടുക്കൽ വാങ്ങലല്ല. ഇത് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത് അവിടുത്തെ സ്നേഹമാണ്, അവിടുത്തെ സാന്നിധ്യമാണ്. എല്ലാറ്റിനുമുപരി ഈശോയുമായിട്ടുള്ള സൗഹൃദമാണ് നമ്മൾ ഈ ആലയത്തിൽ ആഘോഷിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. സൗഹൃദത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് കണക്ക് പറയാത്തതാണ്. അത് കണക്ക് പറയാത്തതാണ്. ഞാൻ 35 ആഴ്ച വന്നു, ഞാൻ 40 ആഴ്ച വന്നു. നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ഒരാളോട് ഞാൻ നിന്നെ ഇത്ര പ്രാവശ്യം സ്നേഹിച്ചു എന്ന് പറയോ? കണക്ക് പറയോ? ഇല്ലേ, കണക്ക് പറയില്ല. പിന്നെ ആകെ വല്ലപ്പോഴും പറയാൻ പറ്റിയ ഒരു കണക്ക്, ഞാൻ നിന്നെ 9 മാസം അത് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സ്നേഹത്തിൽ കണക്ക് പറയലുകളില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ അച്ഛൻ എന്തിനാണ് ഈ 21, 33 ഒക്കെ പറയുന്നത്? അല്ലേ, ന്യായമായിട്ട് ചോദിക്കാവുന്നതാണ്. ചോദിക്കേ. അത് നമുക്കൊരു ശീലമുണ്ടാക്കാൻ വേണ്ടിയാണ്. എന്ത്? നിങ്ങൾ 33 പ്രാവശ്യം വന്നതിന് ശേഷം 34ാമത്തെ വ്യാഴാഴ്ച 33 തീർന്നെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമ്പോ പോയാക്കാം എന്ന് പറഞ്ഞു പോരൂല്ലേ? അത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കൽ വന്ന് ഇപ്പൊ നമ്മൾ കൊച്ചുങ്ങളോട് പറയാറില്ലേ, ഒരു ഉരുള കൊടുത്തിട്ട് ഇതും കൂടി കഴിച്ചാൽ മതി, പിന്നെ കഴിക്കണ്ടെന്ന് പറയില്ലേ? പിന്നെ ആ കൊച്ചൊരിക്കലും ചോറ് തിന്നണ്ടെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അത് കഴിച്ചു കഴിയുമ്പോ ഒരു ഉരുള കൂടി.
പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനോടുള്ള സ്നേഹം ആസ്വദിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു, ഈ സ്നേഹത്തിൽ വളർന്നവരുടെ പ്രത്യേകതകൾ പറഞ്ഞു, സ്നേഹത്തിൽ വളരാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു 8 കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്മ ത്രേസ്യ വളരെ പ്രത്യേകതയോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈശോ എപ്രകാരമുള്ള സ്നേഹിതനാണെന്ന് നമ്മൾ ധ്യാനിക്കണം. ഈശോയുടെ അടുക്കലേക്ക് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാനും ഓടാനും മരം കയറാനും ഒക്കെ നാം അവിടെ കാത്തിരിക്കാനുമൊക്കെ നമുക്ക് തോന്നണമെങ്കിൽ സഖ്യവൂസിന് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? കാരണം സഖ്യവൂസിനോട് പലരും പറഞ്ഞു, ഈശോ ദൈവപുത്രനാണ്, ഈശോ അന്ധർക്ക് കാഴ്ച നൽകുന്നവനാണ്, ഈശോ ചെകിടർക്ക് കേൾവി നൽകുന്നവനാണ്, ഈശോ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ഈശോയെ കുറിച്ച് കേട്ടപ്പോ പിന്നെ അവൻ ഇരിക്കപ്പൊറുതിയില്ലാതെയായി. അങ്ങനെയാണ് അവൻ ഈശോയുടെ അടുക്കലേക്ക് ഓടിയത്. അപ്പോൾ നമ്മൾ ഈ ഇരിക്കപ്പൊറുതിയില്ലാതെ ഈശോയുടെ അടുക്കലേക്ക് ഓടണമെങ്കിൽ അമ്മ ത്രേസ്യ പറഞ്ഞു, അവൻ ഏത് തരത്തിലുള്ള സ്നേഹിതനാണെന്ന് ധ്യാനിക്കണം. ഒന്നാമതായി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്, എന്താണ്? അവൻ നമ്മെ സഹായിക്കുന്ന സ്നേഹിതനാണെന്ന് ധ്യാനിക്കണം. അത് നമ്മൾ ആവശ്യത്തിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, നമ്മെ ശക്തിപ്പെടുത്തുന്ന സ്നേഹിതനാണെന്ന്. ഏത് സാഹചര്യത്തിലും നമ്മെ ശക്തിപ്പെടുത്തുന്ന, ഭയപ്പെടണ്ട, നീ ഉറച്ചു നിൽക്ക്, നീ ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന സ്നേഹിതനാണ് എന്ന് നമ്മൾ ധ്യാനിക്കണം. പരീക്ഷ എഴുതുമ്പോൾ കുട്ടികൾ വന്നിട്ട് പറയാറുണ്ട്, ഭയങ്കര പേടിയാണോ? അച്ഛൻ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യും, ഈശോ കൂടെയുണ്ട്, ഈശോ എന്നെ മുന്നോട്ട് നയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോ വരിയും അങ്ങോട്ട് എഴുതും. യെസ്, അവൻ ശക്തിപ്പെടുത്തുന്ന സ്നേഹിതനാണ്. ഇനി നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം, ഈശോയാകുന്ന സ്നേഹിതൻ ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹിതനാണ്. എഴുതി വെച്ചോ. ഈശോയാകുന്ന സ്നേഹിതൻ എങ്ങനെയുള്ള സ്നേഹിതനാണ്? ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹിതനാണ്. അമ്മ ത്രേസ്യ ഇത് എഴുതുമ്പോ അമ്മ ത്രേസ്യയുടെ മനസ്സിൽ ഒരു കാര്യമുണ്ട്. അമ്മ ത്രേസ്യ കുറെ നാളുകള് ഇത്തിരി ഉഴപ്പി നടന്ന ഒരു ജീവിതമുണ്ടായിരുന്നു. ഡാൻസ് കളിക്കാനൊക്കെ പോയി, ക്ലബിലൊക്കെ പോയി. അത് മാത്രമല്ല, അമ്മ ത്രേസ്യ തന്നെ എഴുതുന്നത് പോലെ അമ്മ ത്രേസ്യയുടെ ഒരു കസിനുമായിട്ട് അമ്മ ത്രേസ്യക്ക് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്രശ്നമാകുമെന്ന് കണ്ടപ്പോഴാണ് അമ്മ ത്രേസ്യയുടെ പിതാവ് അവളെ വേഗം കൊണ്ടുപോയി ഒരു കോൺവെന്റിൽ, ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കിയത്. നാട്ടിൽ നിർത്തിയ പ്രശ്നമാണെന്ന് വിചാരിച്ച് ചില കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി നിർത്താറില്ലേ? ഹല്ലേലൂയ. അങ്ങനെ നിർത്തി ഒരു അഗസ്റ്റീനിയൻ കോൺവെന്റിൽ കൊണ്ടുവന്ന് നിർത്തി. രോഗമൊക്കെ ആയതുകൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. പിന്നീട് അമ്മ ത്രേസ്യക്ക് തൻ്റെ ഈ ലോകത്തിലുള്ള ജീവിതം പ്രശ്നമാണെന്ന് അമ്മ ത്രേസ്യക്ക് തന്നെ തോന്നി. ഇല്ലേ, പിള്ളേരോട് 16 വയസ്സുള്ള കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒരു 20 വയസ്സാവുമ്പോഴേക്കും ഇങ്ങനെ പോയാൽ പ്രശ്നമാണെന്ന് അവർക്ക് തന്നെ തോന്നും. അങ്ങനെ അമ്മ ത്രേസ്യ ഒളിച്ചോടുകയാണ്. മാരകപാപം ചെയ്ത് ഞാൻ ദൈവിക ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അമ്മ ത്രേസ്യ കോൺവെന്റിൽ പോയി ചേരുകയാണ്. അമ്മ ത്രേസ്യ പറയാണ്, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല എന്ന്. കൈയടിച്ച് നന്ദി പറയാം. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ചില കാലഘട്ടങ്ങളിൽ, ചില ഇരുളടഞ്ഞ കാലഘട്ടങ്ങളിൽ, പാപത്തിന്റെ താൽക്കാലികമായ സുഖങ്ങൾക്ക് പിറകെ നടന്നുപോയ ചില കാലഘട്ടങ്ങളിൽ, ദൈവത്തെ നമ്മൾ മറന്നുപോയ കാലഘട്ടങ്ങളിൽ പോലും ദൈവം നമ്മെ മറക്കുന്നില്ല എന്നത് ഒരു സുവിശേഷമാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഒരു മകൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ക്യാൻസറാണ്, ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം ഇപ്പോൾ പറയാനുണ്ട്. ഞാൻ ദൈവത്തെ മറന്നാണ് കഴിഞ്ഞ 4 വർഷങ്ങൾ ജീവിച്ചത്.
ഞാനിപ്പോൾ ദൈവത്തെ ഓർക്കാൻ തുടങ്ങിയത് എനിക്ക് ക്യാൻസർ ആണ് എന്ന് വിവാഹമൊന്നും 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും ദൈവത്തെ ഓർക്കാൻ തുടങ്ങിയത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ മറന്ന കാലങ്ങളിലും ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല. അച്ഛൻ ഇന്നലെ വായിച്ച ഒരു വിശുദ്ധന്റെ ചരിത്രം പെട്ടെന്ന് പറയാം. 1926 ഒക്ടോബർ 5 മരിച്ച ഒരു വിശുദ്ധനാണ്. അതായത് മരിച്ചിട്ട് ഇപ്പോൾ ഈ ഒക്ടോബർ 6 വരുമ്പോ 99 വർഷങ്ങൾ കഴിയും. ഈ വിശുദ്ധന്റെ ശരീരം അഴുകാത്ത ശരീരമാണ്. ആരാണ്? കാർലോ മരിച്ചത് 2006 ഇത് 1926 മരിച്ച ഒരു വിശുദ്ധനാണ്. 1900 ഫ്രാൻസിസ് അസീസിയോ? എന്റെ കർത്താവ്, ഫ്രാൻസിസ് അസീസി മരിച്ചിട്ട് 800 കൊല്ലമായി. ഹല്ലേലൂയ. അച്ഛൻ പറയാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ അദ്ദേഹത്തെ ഈ വരുന്ന ഒക്ടോബർ 19 സഭ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിന്റെ സ്ഥാപകനായിട്ടുള്ള കോൺഗ്രിഗേഷനിലെ വിശുദ്ധനായിട്ടുള്ള ബെർത്തോളോ ലോഗോ എന്ന് പറയുന്ന വിശുദ്ധനാണ് 20-ാം നൂറ്റാണ്ടിൽ മരിച്ച, അതായത് കൃത്യം 99 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച വിശുദ്ധനാണ്. അദ്ദേഹത്തിന്റെ അഴുകാത്ത ശരീരം അവർ ലേഡി ഓഫ് പോംബെ എന്ന് പറയുന്ന ബസിലിക്കയിൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന, ഇങ്ങനെ നേരെ നോക്കി കാണാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ചില്ലിന്റെ പേടകത്തിൽ താഴ്ത്തിറക്കി വെച്ചിരിക്കുകയാണ്. നേരെ നോക്കി കാണാം, കണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അച്ഛൻ ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഇപ്പോൾ ഈ കോണ്ടസ്റ്റിൽ പറയുന്നത്, അദ്ദേഹം തന്റെ 22-ാമത്തെ വയസ്സിൽ ഒരു ഫോട്ടോ അച്ഛൻ കണ്ടു. 22-ാമത്തെ വയസ്സിലുള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഡെവിളിഷ് ആയിട്ടുള്ള മീശ, കൊമ്പം മീശ, കണ്ടു കഴിഞ്ഞാൽ പേടിയാവുന്ന കണ്ണുകള്. ഒരു പ്രാവശ്യം നോക്കിയ പിന്നെ കൊച്ചുങ്ങളെ പേടിപ്പിക്കാൻ പറ്റിയൊരു ഫോട്ടോ ആണ്. ഹല്ലേലൂയ. കാരണം അദ്ദേഹത്തിന്റെ 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു വക്കീലായി. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. അമ്മ വീണ്ടും കല്യാണം കഴിച്ചു. ഒരു വക്കീലാണ് കല്യാണം കഴിച്ചത്. അപ്പൊ ഇവനും ഒരു വക്കീലാവണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ നേപ്പിൾസിലുള്ള ലോ കോളേജിൽ പോയി അദ്ദേഹം ഇത് പഠിക്കുമ്പോ, നിയമം പഠിക്കുന്ന സമയത്ത്, ഓർക്കണം 19-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്താണ്. യൂറോപ്പിൽ വളരെയധികം പൈശാചികമായിട്ടുള്ള സൈറ്റാനിക് വർഷിപ്പുകളും വിച്ച് ക്രാഫ്റ്റുകളും ഒക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. മന്ത്രവാദവും ആഭിചാരവും കൂടോത്രവും പിശാച് സേവയും ഒക്കെ വർദ്ധിച്ചു കൊണ്ടിരുന്ന ഈ സമയത്ത് ഈ 20 വയസ്സുകാരന്റെ ഹൃദയം, നല്ല കത്തോലിക്ക അപ്പനും അമ്മയ്ക്കും ഒക്കെ പിറന്ന കൊച്ചാണ്, പക്ഷെ ഇവന്റെ ഹൃദയം പതുക്കെ പതുക്കെ അവന്റെ കൂട്ടുകാരുടെ കൂടെ കൂടി ഒരു സൈറ്റാനിക് വർഷിപ്പ് കേന്ദ്രത്തിലെത്തുകയും അവൻ ആഗ്രഹിക്കുകയാണ്, എനിക്കിവിടെ ഒരു അച്ഛനാകണം. എവിടെ? പിശാചിനെ ആരാധിക്കുന്ന സ്ഥലത്ത് അവൻ ഒരു പ്രീസ്റ്റായി, ഒരു സൈറ്റാനിക് പ്രീസ്റ്റായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു. ഓർക്കണം, അവിടെ വെറുതെ പ്രാർത്ഥിക്കാൻ നോക്കിയേക്കാൻ പോയതല്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, പിന്നീട് അവന് രോഗങ്ങൾ വരുന്നു. രോഗങ്ങൾ വരുമ്പോ രോഗത്തിന്റെ ഒരു പശ്ചാത്തലത്തില് ഒരു വൈദികൻ അവനുമായിട്ട് ഇടപെടുന്നു. അവനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു, ഈ പാപം ഉപേക്ഷിക്കാൻ പറയുന്നു. അങ്ങനെ അവൻ പാപം ഉപേക്ഷിക്കുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയുന്നു. അവസാനം അവൻ തിരിച്ചു വരുമ്പോ പുതിയ പേര് സ്വീകരിക്കുകയാണ്, റോസറി, ജപമാല എന്നുള്ള അർത്ഥത്തിൽ അവന്റെ പേര് തന്നെ അവൻ മാറ്റുകയാണ്. അവൻ റൊസാരിയോ എന്ന് പറയുന്ന ഒരു മനുഷ്യനായി മാറുന്നു. ജപമാല പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. തന്റെയും ഭാര്യയുടെയും സ്വത്ത് മുഴുവൻ കൊണ്ട്, ഈ 2 പേരുടെ അവരുടെ സ്വത്ത് മുഴുവൻ വിറ്റിട്ടാണ് ഈ അവർ ലേഡി ഓഫ് പോംബെ എന്ന് പറയുന്ന ബസിലിക്ക ഇവര് പണി കഴിപ്പിക്കുന്നത്.
വലിയൊരു ബസിലിക്ക പണി കഴിപ്പിക്കുന്നു. അവർ ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ജപമാല കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിച്ച് മാനസാന്തരം വന്ന് ജീവിച്ച് മരിച്ച 85-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം മരിക്കുന്നത്. മരിച്ചതിന് ശേഷം കർത്താവിന് ഈ മനുഷ്യന്റെ മാനസാന്തരത്തിനുള്ള സമ്മാനത്തിന്റെ ബാഹ്യമായ അടയാളമായി ആ മനുഷ്യന്റെ ശരീരം കർത്താവ് സൂക്ഷിച്ചിരിക്കുകയാണ്, അഴുകാതെ സൂക്ഷിച്ചിരിക്കുകയാണ്. കൈയടിച്ച് നന്ദി പറയാം. അതായത് നമ്മൾ ഇന്ന് എത്ര വലിയ പാപത്തിന്റെ അഗാധ ഗർത്തങ്ങളിലും ചെളിക്കുണ്ടുകളിലുമാണ് കിടക്കുന്നതെങ്കിലും നീ മടങ്ങി വന്ന് എന്നെ അന്വേഷിച്ചാൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളവൻ കീറിപ്പറഞ്ഞ് ചീഞ്ഞളിഞ്ഞ് മടങ്ങി വന്ന ധൂർത്തപുത്രന്റെ കയ്യിൽ മോതിരവും കാലിൽ പാദുകവും ധരിക്കാൻ പുതിയ വസ്ത്രവും അവന് വേണ്ടി പുതിയ വിരുന്നും കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നും കൊടുത്തു എന്ന് പറഞ്ഞാൽ അവന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു കൊടുക്കുന്നു. നീ നഷ്ടപ്പെട്ട സമയങ്ങളിൽ പോലും ദൈവം നിന്നെ മറന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഏലിയാ പ്രവാചകൻ ദൈവത്തെ മറന്ന് ഓടുന്ന ഒരു സംഭവമുണ്ട് ബൈബിളിൽ. ഏലിയാ പ്രവാചകൻ ദൈവത്തെ മറന്ന് ഓടുകയാണ്. ജസബൽ റാണി പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ, വിത്തിൻ 24 hours, 24 മണിക്കൂറിനുള്ളിൽ നീ കൊന്ന പ്രവാചകന്മാരെ പോലെ നിന്നെയും തീർത്തിരിക്കും എന്ന് ജസബൽ പറയുമ്പോ ഏലിയാ ദൈവത്തെ മറന്നു. ജസബലിന് ഏലിയായുടെ കണ്ണിൽ ദൈവത്തെക്കാൾ വലിപ്പം. ദൈവം ആ മരിച്ച വിധവയുടെ മകനെ ഉയർപ്പിച്ചത് ഏലിയാ മറന്നു. അഗ്നി ഇറക്കി ബലിവസ്തു സ്വീകരിച്ചത് ഏലിയാ മറന്നു. മഴ പെയ്യിച്ചത് ഏലിയാ മറന്നു. 3 വർഷം ദൈവമാണ് ആകാശം അടച്ചു വെച്ചതെന്നും ഇപ്പോൾ ഇതാ പ്രാർത്ഥന കഴിഞ്ഞ് ഇപ്പോൾ മഴ പെയ്യിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവമാണെന്നും ഏലിയാ മറന്നിട്ട് ആ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ ഇടയിലൂടെ ഏലിയാ ഓടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ ഓട്ടമൊന്നുമല്ല, 190 കിലോമീറ്റർ ആണ് ഓടിയത്. ഇവിടുന്ന് 120 കിലോമീറ്റർ ഉള്ളു കോഴിക്കോട്. അതും കഴിഞ്ഞു അങ്ങനെ ഓടി ഓടി ഒരു രാജ്യത്തിന്റെ അതിർത്തി തന്നെ വിട്ടു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലായിരുന്നു ഏലി. അവൻ ഓടി ഓടി യൂദാ രാജ്യത്തിലെത്തി. അപ്പോൾ പറഞ്ഞു വരുന്നത്, അവൻ ദൈവത്തെ മറന്നോടുകയാണ്. ആ ഓട്ടം ദൈവത്തെ മറന്നുള്ള ഓട്ടമാണെന്ന്. ആ ഓട്ടത്തിനിടയിലും ദൈവം അവനെ ഓർത്തിട്ട് അവന്റെ പിറകെ വന്നിട്ട് പറഞ്ഞു, അവൻ ഓടി ഓടി തളർന്ന് ഒരു വാടാമുൾ ചെടിയുടെ കീഴെ അവൻ കിടന്നുറങ്ങാണ്. അപ്പോ അവിടെയും ദൈവം വന്നിരിക്കുകയാണ്. വന്നിട്ട് പറഞ്ഞു, ഇവിടെ ജസബല്ലൊന്നുമില്ല, ഇവിടെ എവിടെ പോയാലും ഞാനുണ്ട്. വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞു. അല്ലേ, പിള്ളേരെത്ര തല്ലി പിടിച്ച് വാതിലടച്ച് മുറി അടച്ച് അകത്ത് കിടന്ന് മൂച്ച് പിടിച്ച് കിടക്കുകയാണെങ്കിലും 12:30 ആവുമ്പോ അമ്മ കൊട്ടും. ഇല്ലേ, മോനെ ചോറ് അല്ലേ, എത്ര വഴക്ക് പിടിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിലും, എന്ത് തോന്നിയാസം കാണിച്ചിട്ടാണ് വാതിലടച്ച് കിടക്കുന്നതാണെങ്കിലും അല്ലെ, 1 മണി കഴിഞ്ഞാൽ പിന്നെ അമ്മക്ക് ഇരിക്കാൻ പറ്റുമോ? മോനെ ചോറ് ചോറ്. അതുപോലെ അവൻ ചോറ് തിന്നിട്ട് വീണ്ടും പോയി അതുപോലെ തന്നെ മൂച്ച് പിടിച്ച് കിടക്കും. ഹല്ലേലൂയ. അതുപോലെ ഏലിയാ പ്രവാചകൻ എഴുന്നേറ്റ് അത് തിന്നിട്ട് അങ്ങനെ തന്നെ വീണ്ടും കിടന്നുറങ്ങി. പിന്നെയും വൈകുന്നേരം ആയപ്പോ കർത്താവ് വീണ്ടും വിളിച്ചുണർത്താൻ, മോനെ വാ, ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും ദൈവം വിളിച്ചുണർത്തി ഭക്ഷണം കൊടുത്തിട്ട് പറയാണ്, ഇത് കഴിച്ചോ അല്ലെങ്കിൽ കൊച്ചിന് ക്ഷീണം വരും. എന്നിട്ട് അതും കഴിച്ചിട്ട് പിന്നെയും 40 ദിവസം ഓടുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ ഓട്ടം മുഴുവനും ദൈവത്തെ മറന്നുള്ള ഓട്ടമാണെന്ന് മനസ്സിലായോ?
എന്നിട്ടും ദൈവം അവനെ മറക്കുന്നില്ല. അതാണ് തിമോത്തി 2 തിമോത്തി 2:13 നമ്മൾ വായിക്കുന്നത്. വായിച്ചേ, 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ഉപേക്ഷിച്ചാലും അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. യെശയ്യാ 49:15-16 തിരുവചനങ്ങൾ. യെശയ്യാ 49:15-16 വായിക്കാം. ഏറ്റു പറയാം, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അമ്മ മറന്നാലും അവൻ നമ്മെ മറക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ഹെബ്രായർ 13:5 വലതുകരമുയർത്തി വീശിക്കൊണ്ടേറ്റു പറയാം, നിങ്ങളുടെ ജീവിതം ദിവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് ഹെബ്രായർ 13:5, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. നമ്മുടെ ബന്ധങ്ങളിൽ എത്രയോ കഥകളാണ്, 100 കണക്കിന് കഥകളൊന്നുമല്ല, എത്രയോ കഥകളാണ് കേട്ടിട്ടുള്ളത്. ഇപ്പൊ ബ്രേക്കപ്പായി, ഉപേക്ഷിച്ചു, പോയി, ഇപ്പൊ വിളിക്കുന്നില്ല, ബ്ലോക്ക് ചെയ്തു, വിട്ടു, തീർന്നു എന്നൊക്കെ പറയുന്ന 100 കണക്കിന് 1000കണക്കിന് കഥകളുണ്ടല്ലോ ബന്ധങ്ങളിൽ ഉപേക്ഷിക്കുന്നതിന്റെ. ഉപേക്ഷിച്ചിട്ട് അപ്പൊ നമ്മൾ ഉപേക്ഷിക്കുന്ന അവരെ സ്നേഹിക്കാറുണ്ട്, ഉപേക്ഷിക്കുന്നവരെ പോലും നമ്മൾ സ്നേഹിക്കാറുണ്ട്. കർത്താവ് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്തവനാണ്. ഹല്ലേലൂയ. അല്ലേ, അമ്മ ഉദരത്തിലുള്ള കുഞ്ഞിനെ ഉപേക്ഷിക്കുകയാണ്. ചില സില്ലി കാരണങ്ങൾ പറഞ്ഞു പോലും, ഏത് കാരണമാണെങ്കിലും അത് സഫീഷ്യന്റ് റീസൺ അല്ല. ഒരു മകള് അവൾ ഉദരത്തിലുള്ള കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത് വിവാഹം കഴിഞ്ഞ് പെട്ടെന്നായതുകൊണ്ട് ഇപ്പൊ വേണ്ടെന്ന് വെച്ചൊരു മകള് പെട്ടെന്ന് തന്നെ അയച്ചു, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞു, ഇപ്പൊ ആവുന്നില്ല. പറഞ്ഞു വരുന്നത്, ഉപേക്ഷിക്കുന്ന സ്നേഹിതരാണ് നമ്മൾ. കുഞ്ഞിനെ, ഉദരത്തിലുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ചില്ലേ? ഉപേക്ഷിച്ചു. എന്തോ ഒരു മെഡിക്കൽ റിപ്പോർട്ടിൽ ഇത്തിരി പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോ ഉപേക്ഷിച്ചില്ലേ? ഉപേക്ഷിച്ചു. നമ്മൾ വലിയ സ്നേഹക്കാരാണെന്ന് പറയുന്ന നമ്മൾ കുഞ്ഞിനെ പോലും ജീവനെ പോലും ഉപേക്ഷിക്കുന്നു. പക്ഷെ ദൈവം നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും നമ്മളെ ഉപേക്ഷിക്കാത്ത സ്നേഹിതനാണ്. കൂടെ ജീവിക്കുന്നുണ്ട്, പക്ഷെ ഉപേക്ഷിച്ചതുപോലെയാണ്. വിദേശത്ത് നിന്ന് വന്നൊരു സഹോദരി പറഞ്ഞു, ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ചാണ് ജീവിക്കുന്നത്, പക്ഷെ ഒരു വീട്ടിലാണ് ജീവിക്കുന്നത്, പക്ഷെ സെപ്പറേറ്റഡ് ആണെന്ന്. അപ്പൊ എന്താ ഒരുമിച്ച് ജീവിക്കുന്നത്? അപ്പോ വീട് കിട്ടാനുള്ള പ്രയാസവും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കുകയാണ്. പക്ഷെ ഭർത്താവിന് വേണ്ടി പാചകം ചെയ്ത് അയാൾ ഭക്ഷിക്കുന്നു, ഭാര്യയ്ക്ക് വേണ്ടി പാചകം ചെയ്ത്. ഒരു വീട്ടിൽ തന്നെ ഭാര്യയ്ക്കൊരടുക്കള, ഭാര്യയുടെ പണി കഴിഞ്ഞ് ഭാര്യ പോയി കഴിയുമ്പോ ഭർത്താവ് പണിക്ക് കയറും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം ഉപേക്ഷിക്കാത്ത സ്നേഹിതനാണ് എന്ന് പറഞ്ഞ് അച്ഛൻ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഈശോ നമ്മെ ഉപേക്ഷിക്കാത്ത സ്നേഹിതനാണെന്ന് ഞാൻ അവനെ എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞിട്ടും അവൻ എന്നെ തള്ളിപ്പറയാത്തവനാണ്. പത്രോസ് തള്ളിപ്പറഞ്ഞിട്ട് ഏറ്റവും ക്രൂഷ്യലായ സമയത്ത് ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ അന്വേഷിച്ച് ഈശോ വരികയാണ്. നീ എന്നെ തള്ളിപ്പറഞ്ഞതല്ലേ, നീ ഗെറ്റ് ഔട്ട്. എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ നീ എന്റെ കൂടെ നിൽക്കാതിരുന്നവനല്ലേ, നീ പോ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നവനല്ല, ഒഴിവാക്കാതെ നമ്മെ ഉപേക്ഷിക്കാത്ത, നമ്മെ തള്ളിപ്പറയാത്ത ദൈവം ആണ്. എമ്മാവൂസിലേക്ക് പോയ ആ ശിഷ്യന്മാര് ശരിക്ക് പറഞ്ഞാൽ രണ്ടുപേര് പോയി. ആരൊക്കെയാണ് എന്നതിന് പല ചർച്ചകളുമുണ്ട്. എമ്മാവൂസിലേക്ക് പോയത് ഒരാൾ ക്ലെയോഫാസ് ആണ് എന്നാണ് പറയുന്നത്, മറ്റേയാള് അയാളുടെ ഭാര്യയായിരിക്കും എന്നാണ് ഒരു വിചിന്തനമുള്ളത്. ഹല്ലേലൂയ. കാരണം കുരിശിന്റെ ചുവട്ടിൽ, ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ ആരുണ്ടായിരുന്നു? ക്ലെയോഫാസിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. അതായത് ജെറൂസലേമിൽ ക്ലെയോഫാസ് ഉണ്ടായിരുന്നു, അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ക്ലെയോഫാസ് പോയപ്പോ കൂടെ ആരും പോയിട്ടുണ്ടാവും, ഭാര്യയും പോയിട്ടുണ്ടാവും എന്നാണ് ഒരു പഠനം പറയുന്നത്. അപ്പോൾ ഇവര് രണ്ടുപേർ, ഭാര്യയും ഭർത്താവും കൂടി കെട്ടും കടയൊക്കെ എടുത്ത് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് തിരിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ കൂട്ടം ഉപേക്ഷിച്ച്, ഇത്രയും നാൾ ജീവിച്ചതൊക്കെ വെറുതെയായി എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച്, തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നവരുടെ കൂടെ ആര് ചേർന്നു? അതാണ് ഈശോ എന്ന് പറയുന്ന സ്നേഹിതന്റെ ആ മഹാത്മ്യം എന്ന് പറയുന്നത്. അവൻ ഉപേക്ഷിക്കാത്ത സ്നേഹിതനാണ്. നാലാമതായി, അവൻ നമ്മെ മനസ്സിലാക്കുന്ന സ്നേഹിതനാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, ഈശോ എന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന സ്നേഹിതനാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈശോ എന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന സ്നേഹിതനാണ്. പ്രിയപ്പെട്ടവരെ, സൗഹൃദങ്ങളിലുള്ള ഏറ്റവും വലിയ പരിഭവങ്ങളിൽ, പരാതികളിൽ ഒന്ന് ഇങ്ങനെയാണ്: അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കും. നിങ്ങൾക്ക് എന്താണ് പറയാനൊരു ബുദ്ധിമുട്ട്? ഭർത്താവ് എന്നെ, ഭാര്യ എന്നെ, നിങ്ങൾ പറയണെന്ത്? ചേട്ടന്മാര് പറയട്ടെ, ഭാര്യ എന്നെ. അവര് പറയൂല, പറഞ്ഞ വൈകുന്നേരം ചോറ് കിട്ടാല്ല. താൻ എന്നെ മനസ്സിലാക്കി. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ മിണ്ടാതെ സഹിക്കും. കാരണം എന്താണ്? വൈകുന്നേരം കഞ്ഞി കുടിക്കാനുള്ളതാണ്. ഉച്ചക്ക് കഞ്ഞി രാവിലെ നിന്ന് കിട്ടും, വൈകുന്നേരം കിട്ടോ? അതെവിടെ നിന്ന് കിട്ടണം? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹത്തിൽ സ്നേഹിതരായിട്ടുള്ളവർ പരിഭവം പറയുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയാറുണ്ട്, മക്കള് ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. എന്തോരം കരുതിയെന്നറിയാവോ, എന്നെ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ രണ്ടുപേര് സൗഹൃദത്തിലാണ്, മൂന്നാമതൊരാള് എന്തോ പറഞ്ഞത് കേട്ടിട്ട് ഇവര് തമ്മിൽ പ്രശ്നമായി. രണ്ട് സുഹൃത്തുക്കള്, കാമുകനും കാമുകിയുമാണ്. അപ്പോൾ ഈ കാമുകനോട് വേറൊരു പെൺകുട്ടി പറഞ്ഞു, നീ കൊണ്ടു നടക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവള് ശരിയല്ല, ആള് പോക്കാണ് എന്ന് പറഞ്ഞു. ഇവർ 5 വർഷമായി പ്രണയത്തിലാണ്. അപ്പോ ആ പ്രണയത്തിലായിരിക്കുന്ന ആ പയ്യനോടാണ് വേറൊരു പെൺകുട്ടി പറയുന്ന, ഫോൺ വിളിച്ച് പറയാണ്, നീ വിചാരിക്കുന്ന അത്ര വെടിപ്പല്ല അവള് എന്ന് പറയും. അപ്പോൾ അവൾ പറഞ്ഞ, ഈ മൂന്നാമത്തെ ആള് പറഞ്ഞ കാര്യം ഇവൻ ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ട് നടന്നിട്ട് ഒരു ദിവസം അവൻ തന്റെ കാമുകിയോട് ചോദിച്ചു, എടി നിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ശരിയല്ലേ എന്ന് ചോദിച്ചു. അവൾ ഇങ്ങനെ കണ്ണും മേടിച്ച് നിൽക്കാണ്, ഒന്നും പറയുന്നില്ല, പൊട്ടിക്കരയുകയാണ്. നീ എന്തെങ്കിലും ഉത്തരം പറ. അവൾ ഒന്നും പറയുന്നില്ല. അവള് പൊട്ടിക്കരഞ്ഞ് അവന്റെ
ആ സാന്നിധ്യത്തിൽ നിന്ന് അവരൊരുമിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോന്നു. അവള് ഫോൺ ബ്ലോക്ക് ചെയ്തു. ഒരു ദിവസം കാണാൻ വന്നപ്പോൾ അവള് പറഞ്ഞു, മറ്റവള് ഇവനോട് എന്നെ കുറിച്ച് ഒരു അപവാദം പറഞ്ഞു എന്നുള്ളതല്ല എന്റെ വിഷമം. അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ എന്നെ 5 വർഷമായി എൻ്റെ കൂടെയുള്ള എൻ്റെ സ്നേഹിതൻ എന്നെ ഞാൻ ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നുള്ളതാണച്ചോ എൻ്റെ വിഷമമെന്ന്. എന്നെ 5 വർഷം കൂടെ നടന്നിട്ടും ഞാൻ ആരാണെന്ന്, എൻ്റെ സ്നേഹത്തിൻ്റെ പവിത്രത എന്താണെന്ന്, എൻ്റെ സത്യസന്ധത എന്താണെന്ന്, എൻ്റെ ആത്മാർത്ഥത എന്താണെന്ന് മനസ്സിലാക്കാത്തതാണ് എൻ്റെ വേദനയെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതല്ല നമ്മുടെ വേദന. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ചങ്കാണെന്ന് നമ്മൾ വിചാരിച്ചവർ, നമ്മുടെ ചങ്കും കരളുമാണെന്ന് നമ്മൾ കരുതിയവര് നമ്മളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ തോറ്റുപോയി എന്ന് പറയുന്നത്. ഞാൻ തോറ്റുപോയി, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു സൗഹൃദത്തിൽ നമ്മളെ യഥാർത്ഥത്തിൽ അവരൻ മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഭാര്യ എന്ത് തെറ്റ് ചെയ്യും, എന്ത് തെറ്റ് ചെയ്യില്ല, എനിക്ക് അവളെ അറിയാം അല്ലേ? ഭർത്താവ് പറയാണ്, എനിക്ക് അവളെ അറിയാം എന്ന് ഒരു ഭർത്താവ് ഭാര്യയെ കുറിച്ച് പറയുന്നത് എത്ര വലിയ ഡിഗ്രി കിട്ടുന്നതിനേക്കാളും അല്ലേ, പത്മശ്രീ കിട്ടുന്നതിനേക്കാളും വലുതാണ്. ഭർത്താവ് പറയാണ്, എനിക്ക് അവളെ അറിയാം. അല്ലെങ്കിൽ ഭാര്യ പറയാണ്, എനിക്ക് എൻ്റെ ചേട്ടനെ അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനത്തിലൂടെ ദൈവം നമ്മളോട് ആവർത്തിച്ച് പറയുന്നത്. ജെറമിയ 1:5 മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഐ ന്യൂ യു ബിഫോർ യു വെർ ബോൺ. നീ ജനിക്കുന്നതിന് മുൻപേ നിന്നെ ഞാൻ അറിഞ്ഞു. വലതുകരമുയർത്തി വീശിക്കൊണ്ട്, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 139 സങ്കീർത്തനം മുഴുവൻ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഈ അറിവിനെ കുറിച്ചുള്ള ഒരു ഗാനമാണ്. 139 സങ്കീർത്തനം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. എന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന്, എന്റെ ചിന്തകളിൽ, എന്റെ ഭാവനകളിൽ, എന്റെ കാമനകളിൽ എന്താണ് നടക്കുന്നതെന്ന് ദൈവം പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്കെന്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. നാവിൽ വാക്കെത്തുന്നതിന് മുമ്പ് അവിടുന്ന് അത് അറിയുന്നു, അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു. ഒരു ദിവസം ഭാര്യയും ഭർത്താവും കൂടി തല്ലുപിടിച്ചു. അച്ഛന്റെ സുഹൃത്തുക്കളാ. തല്ലുപിടിച്ചപ്പോ അവൻ പറഞ്ഞു, നിന്നെ കൊണ്ട് ഞാൻ മടുത്തു. ഭർത്താവ് ഭാര്യയോട്, നിന്നെ കെട്ടിയ നാള് തുടങ്ങിയതാണ് എന്റെ ദുരിതം. നിനക്കൊന്ന് ഇവിടുന്ന് പോയി തരാമോ എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞത്? നിന്നെ കൊണ്ട് ഞാൻ മടുത്തു, നിന്റെ കെട്ടിയ നാള് തുടങ്ങിയതാണ് എന്റെ കണ്ടകശനി. കണ്ടകശേരിയല്ല, ഒന്ന് പോയി തരാമോ, മിണ്ടാതെ പോയി തരാമോ, ചത്ത് തരാമോ എന്നൊക്കെ. അവള്
വൈകുന്നേരം ആയപ്പോഴേക്കും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോയി. പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കല. ഇപ്പൊ വൈകുന്നേരം ആയപ്പോഴേക്കും ഇല്ലേ, ചത്ത് തരാവോ, പോയി തരാവോ എന്നൊക്കെ പറഞ്ഞ ആൾക്ക് ബോധം വന്നപ്പോഴേക്കും അവൾ അവിടെ ഇല്ല. അപ്പൊ ഇവൻ വന്നിട്ട് അച്ഛനോട് പറയാണ്, എന്നാലും അച്ഛാ അവൾ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. ആഹാ, നീ എന്തൊക്കെ പറഞ്ഞത്? അല്ല, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നീ എന്താ പറഞ്ഞത്? അവൾ നീ പറഞ്ഞ, പക്ഷെ ഇവന്റെ വിഷമം, അവൾ ഞാൻ അങ്ങനെ പറയുമ്പോഴും അവൾക്ക് എൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കിക്കൂടെ? ഞാൻ എന്തോരം വിഷമിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്കൊന്ന് മനസ്സിലാക്കിയാ പോരെ? എന്റെ ഹൃദയത്തിന്റെ ദുഃഖം അവളൊന്നും അറിയണ്ടേ? ശരി, പ്രിയപ്പെട്ടവരിതാണ് പറഞ്ഞത്, മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞതേ. അപരൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞതൊക്കെ മനസ്സിലായി, പറഞ്ഞ വാക്കുകളൊക്കെ ഡിക്ഷണറി അനുസരിച്ച് അർത്ഥമൊക്കെ മനസ്സിലായി അല്ലേ? ഇറങ്ങിപ്പോക്കോളോ, എന്താണ് അതിന്റെ അർത്ഥം? ഡിക്ഷണറി നോക്കിയപ്പോ മനസ്സിലായി. പക്ഷേ ഏത് ദുഃഖത്തിൽ നിന്നാണ്, ഏത് വേദനയിൽ നിന്നാണ്, ഏത് മനോനിലയിൽ നിന്നാണ് അവൻ ഈ വാക്കുകൾ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായോ? കണ്ണീര് കണ്ടപ്പോ കരഞ്ഞതാണെന്ന് മനസ്സിലായി, പക്ഷെ എന്തുകൊണ്ടാണ് കരഞ്ഞതെന്ന് മനസ്സിലായോ? ഒച്ച കേട്ടപ്പോ ചേട്ടന് ദേഷ്യമാണെന്ന് മനസ്സിലായി. എന്താണ് അവന്റെ ഉള്ളിൽ കിടന്ന് മറിയുന്നതെന്ന് മനസ്സിലായോ? ഇല്ല, മനസ്സിലായിട്ടില്ല. കൊച്ചു പറയുന്നു, മാതാപിതാക്കൾ പറയാണ്, ഞങ്ങളുടെ കൊച്ചുങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാം, എല്ലാം അറിയാം. പുറകിലിരുന്ന് കൊച്ചു മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുകയാണ്, ബൈക്കിന് പോവാണ് അപ്പൻ, പുറകിൽ കൊച്ചിരിക്കാണ്, കൊച്ചു പുറകിലിരുന്ന് മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുകയാണ് കാമുകന്. അറിഞ്ഞു 2 ആഴ്ച കഴിഞ്ഞപ്പോ അറിഞ്ഞു. അപ്പന്റെ ഫോണിലേക്ക് വാട്സപ്പില് കാലത്ത് സ്കൂളിലേക്ക് കോളേജിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ മകളും വേറൊരുത്തനും ഒരു സ്ഥലത്ത് പോയി മാലയിട്ട് വിവാഹം കഴിച്ചതിന്റെ ഫോട്ടോ ഫോണിലേക്ക് വന്നപ്പോ അറിഞ്ഞു. ഞങ്ങളുടെ കൊച്ചിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഓക്കെ, കം ബാക്ക്. അതാണ് കർത്താവ് നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന. അപ്പൊ ഈ അപ്പം പറയാണ്, ഞങ്ങളുടെ കൊച്ചു ഞങ്ങളുടെ മനസ്സിലാക്കിയില്ലല്ലോ. മാതാപിതാക്കൾ പറയാണ്, ഞങ്ങളെ മനസ്സിലാക്കിയില്ലല്ലോ. പിള്ളേര് പറയാണ്, ഞങ്ങളുടെ ആഗ്രഹം മാതാപിതാക്കൾ മനസ്സിലാക്കിയില്ലല്ലോ. നിന്നെ പൂർണ്ണമായി അറിയുന്ന ഒരേ ഒരു സ്നേഹിതനുള്ളു കുഞ്ഞേ. നിന്റെ ഹൃദയ വികാര വിചാരങ്ങൾ അറിയുന്നവൻ, നിന്റെ ശ്വാസനിശ്വാസങ്ങളുടെ ചൂടും ചൂരും അറിയുന്നവൻ, അതിന്റെ തണുപ്പറിയുന്നവൻ, ഹൃദയത്തിന്റെ താളത്തിന്റെ, ഹൃദയമിടിപ്പിന്റെ താളത്തിന്റെ വേഗത കൂടിയതും കുറഞ്ഞതും അറിയുന്നവൻ, അത് നിന്റെ ഈശോയാണ്. യെശയ്യായുടെ പുസ്തകം 49 അധ്യായം 1 തിരുവചനം, തീരദേശങ്ങളിൽ, യെശയ്യാ 49:1, തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എന്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു, അവിടുന്ന് എന്നെ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മെ ഇങ്ങനെ അറിയാൻ ഒരു കാര്യം ചെയ്തതായി, നമ്മുടെ ബലഹീനതകളെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ദൈവം ഒരു കാര്യം ചെയ്തു. എന്താണ് ആ കാര്യം? എബ്രായർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം 2 തിരുവചനം, ദൈവത്തിന്, ശരീരമില്ലാത്ത ദൈവത്തിന് ശരീരമുള്ള മനുഷ്യന്റെ വേദന അറിയുമോ? നമ്മൾ ചില ആളുകളോട് പറയാറില്ലേ, നിനക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവൂന്ന് ഇല്ലേ? ഇപ്പൊ നിങ്ങൾ വന്നിട്ട് പറയാണ്, അച്ഛ കുടുംബജീവിതത്തിന്റെ ദുഃഖം പറഞ്ഞ അച്ഛന് മനസ്സിലാവും, ഇത് അനുഭവിക്കുന്നവർക്കല്ലേ അത്
ഹല്ലേലൂയ. അല്ലേ? അനുഭവിക്കുന്നവർക്കല്ലേ അത്. അങ്ങനെ പറയച്ച. പ്രിയപ്പെട്ടവരെ, ആ ശരീരമില്ലാത്ത ആത്മാവ് മാത്രമായിരിക്കുന്ന ദൈവത്തിന് ശരീരമുള്ള മനുഷ്യന്റെ വേദന മനസ്സിലാകുമോ? വായിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഈശോയെ കുറിച്ചാണ് പറയുന്നത്. അവൻ ശരീരത്തിൽ കാണപ്പെട്ടു. നമ്മെപ്പോലെ എല്ലാ കാര്യങ്ങളിലും അവൻ ബലഹീനനായിരുന്നു. പാപമൊഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളിലും അവൻ നമ്മെപ്പോലെ തന്നെ വിശക്കുന്നവനും ദാഹിക്കുന്നവനുമായിരുന്നു. അടികൊണ്ടാൽ വേദനിക്കുന്നവനായിരുന്നു. അപമാനിക്കപ്പെടുമ്പോൾ ഹൃദയം നുറുങ്ങപ്പെടുന്നവനായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ വേദനിക്കുന്നവനായി നമ്മുടെ ഇടയിൽ വസിച്ചവൻ. അവനെക്കുറിച്ചാണ്. അവനാണ് നിത്യപുരോഹിതനായി പിതാവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് കൊല്ലപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത്. അവൻ എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ ബലഹീനനായിരുന്നതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും അവൻ സഹതാപത്തോടെ പെരുമാറുന്നു. അവൻ നമ്മുടെ ബലഹീനത അറിയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഒരു ബലഹീനതയെ കുറിച്ച് പറയുമ്പോ മനസ്സിലാക്കാൻ പറ്റാത്തവനല്ല എന്റെ ഈശോ. അവൻ എന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക എന്ന് പറയുമ്പോ ബലഹീനത മനസ്സിലാക്കുക എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. ഒരാളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ശക്തി അറിയുക, അയാളുടെ നന്മ അറിയുക എന്നുകൂടെ അതിന്റെ അർത്ഥമുണ്ട്, ഇല്ലേ? ഒരു ഉദാഹരണത്തിന്, പത്രോസിന്റെ ശക്തി ഈശോ മനസ്സിലാക്കിയിട്ട് അവനോട് പറഞ്ഞു, ഇത് മാംസരക്തങ്ങളല്ല നിനക്ക് ഈ വെളിപ്പെടുത്തലുകൾ തന്നത്, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ്. അതുകൊണ്ട് നീ പത്രോസേ, നീ പാറയാകുന്നു, നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുമെന്ന് പത്രോസിനോട് പറഞ്ഞത് പത്രോസിന്റെ ശക്തി ഈശോയ്ക്ക് പൂർണ്ണമായി മനസ്സിലായത് കൊണ്ടാണ്. ഹല്ലേലൂയ. പത്രോസിന്റെ ശക്തി മനസ്സിലാക്കിയ അതേ ഈശോ അവനോട് പറഞ്ഞു, ശിമയോനേ, ഇതാ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. പത്രോസിന്റെ കുറവറിഞ്ഞ ഈശോ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവറിയുന്ന ഈശോ എന്തു ചെയ്യും? നമ്മുടെ കുറവറിയുന്ന ഈശോയാകുന്ന സ്നേഹിതൻ ആ കുറവ് നമ്മളിൽ നിന്ന് പരിഹരിക്കാൻ വേണ്ടി പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്ന് ചുരുക്കം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ അവസാനിപ്പിക്കട്ടെ. ഈശോ നമ്മെ മനസ്സിലാക്കുന്ന സ്നേഹിതനാണ്. നമുക്ക് ആരെയാ വേണ്ടത്? നമ്മൾ പറയില്ലേ, കല്യാണാലേക്ക് മോൾക്ക് ആരെയാണ് വേണ്ടത്? അപ്പോ കൊച്ചു പറയാണ്, എന്നെ എല്ലാ തരത്തിലും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, എന്നെ എല്ലാ തരത്തിലും മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു ചെറുക്കനെയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ശരി മോനെ, നിനക്കാരെയാണ് വേണ്ടത്? അച്ഛാ, എനിക്ക് അവളെ തന്നെ മതി. എന്താണ്? അവൾ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നെ എല്ലാ തരത്തിലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത്. പഠിപ്പിത്തിരി കുറവാണെങ്കിലും കുഴപ്പമില്ല, എന്നെ മനസ്സിലാക്കിയ മതി. സൗന്ദര്യം ഇത്തിരി കുറവാണെങ്കിലും കുഴപ്പമില്ല, എന്നെ ഒന്ന് മനസ്സിലാക്കിയാ മതി. പിന്നെ കാശൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ഒന്ന് മനസ്സിലാക്കിയ, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ഒന്ന് മനസ്സിലാക്കിയാ മതി, അല്ലേ? അപ്പോ നമ്മെ മനസ്സിലാക്കുന്ന ഒരാൾ എവിടെയുണ്ട്?
ഈശോ ഉണ്ട്, സക്രാരിയിലുണ്ട്. പക്ഷെ നമ്മൾ ഈ മനസ്സിലാക്കുന്ന ആളുടെ അടുത്തേക്ക് ഓടാതെ നമ്മളെ മനസ്സിലാക്കാത്തവരുടെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കാം. ഹല്ലേലൂയ. അല്ലേ, പൗലോസ്, കൊലപാതകിയായിരുന്ന പൗലോസിനെ ആര് മനസ്സിലാക്കി? ഈശോ മനസ്സിലാക്കി. എന്ത്? അവന്റെ വീക്ക്നെസ് മാത്രമല്ല ഈശോ ഉണ്ട്. ചില ആളുകൾ വീക്ക്നെസ് മാത്രമാണ്. ഈശോ പൗലോസിന്റെ വീക്ക്നെസ് മാത്രമല്ല കണ്ടത്, അവന്റെ സ്ട്രെങ്ത് കൂടെ കണ്ടു. അപ്പൊ അവൻ വീണുപോയവരെ വിട്ടുകളയാത്ത സ്നേഹിതനാണ്. അവൻ നമ്മെ വീണുപോയതാണെങ്കിലും വീണുപോയതിന്റെ കാരണം കർത്താവിനറിയാം. ദാവീദ് വീണുപോയെങ്കിലും കാരണം കർത്താവ് അറിയാം. അതുകൊണ്ട് കർത്താവ് അവനെ മനസ്സിലാക്കുകയാണ്. നമ്മെ ഓരോരുത്തരെയും പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു സ്നേഹിതൻ സക്കറാരിയിലുള്ളത് കൊണ്ട്, സക്കറാരിയിലിരിക്കുന്ന ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. നീ എൻ്റെ അടുത്ത് വന്നിരിക്കെ, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പോയിരിക്കേണ്ടത് എവിടെയാണ് പ്രിയപ്പെട്ടവരെ? മനസ്സിലാക്കുന്നവരുടെ അടുത്താണോ പോയിരിക്കേണ്ടത്? ഒരു തരത്തിലും മനസ്സിലാക്കാത്തവരുടെ അടുത്താണോ? ഇത് സ്വരമില്ലേ? അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കെട്ടിപ്പോയി. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രിയപ്പെട്ടവരെ, നമ്മൾ പോയിരിക്കേണ്ടത് ആരുടെ അടുത്താണ്? എന്ന് വിചാരിച്ച് ഭർത്താവ് മനസ്സിലാക്കുന്നില്ല എന്ന് കരുതി വേറെ ആരുടെയെങ്കിലും അടുത്ത് പോയിരിക്കാവോ? ഈ ചേട്ടൻ എന്നെ മനസ്സിലാക്കുന്നില്ല, ഇനി മനസ്സിലാക്കുന്ന ആരാണുള്ളതെന്ന് ഇൻസ്റ്റാഗ്രാമിലൊന്ന് നോക്കട്ടെ. അങ്ങനെയുണ്ട് ചില ആളുകൾ വാട്സപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് മനസ്സിലാക്കുന്നത്. എന്റെ സൗന്ദര്യം അംഗീകരിക്കാൻ പറ്റുന്ന എന്റെ ഭർത്താവ് എന്റെ സൗന്ദര്യം അംഗീകരിക്കുന്നില്ല, പക്ഷെ വേറൊരാൾ എന്റെ സൗന്ദര്യം അംഗീകരിച്ചു, എന്നെ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, തെറ്റായ മനസ്സിലാക്കലുകൾ തെറ്റിദ്ധരിക്കരുത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഈശോയാകുന്ന സ്നേഹിതന്റെ 2 ഗുണങ്ങളാണ് അച്ഛൻ ഇന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, ഈശോ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. 2, ഈശോ പൂർണ്ണമായും മനസ്സിലാക്കുന്ന സ്നേഹിതനാണ്. പൂർണ്ണമായും ഉപേക്ഷിക്കാത്തവനെ അന്വേഷിക്കുക, പൂർണ്ണമായും മനസ്സിലാക്കുന്നവനെ അന്വേഷിക്കുക, ഒരിക്കലും ഉപേക്ഷിക്കാത്തവനെ അന്വേഷിക്കുക. അവനുമായിട്ടുള്ള സൗഹൃദമാണ് നിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്. ആ സൗഹൃദത്തെയാണ് പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്. ഈശോയെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രാർത്ഥന. ഈ അന്വേഷണത്തിൽ നമ്മൾ വളരുന്നതിനെയാണ് പ്രാർത്ഥനയിലുള്ള വളർച്ച എന്ന് പറയുന്നത്. പ്രാർത്ഥനയിൽ വളരാനാണ് ഈ ആവില കൂടാരം കെട്ടിവെച്ചിട്ടുള്ളത്. ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിൽ വളരാനാണ് ഈ കൂടാരത്തെ കർത്താവ് നമുക്ക് സമ്മാനമായി നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന പാഠം ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പാഠമാണ്. ഇത് ഈ സർവകലാശാലയിലുള്ള വിഷയം ഈശോയുമായിട്ടുള്ള പ്രണയബന്ധമെന്ന് പറയുന്ന വിഷയമാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ,